ഈ രാജ്യത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഭീകരന്മാരാണോ ഈ നാട്ടിലെ ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രൈസ്തവ മിഷണറിമാർ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ RSSന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ES ബിജു എഴുതിയ ലേഖനം വായിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ ക്രൈസ്തവ മിഷണറിമാർ ഈ രാജ്യത്ത് ചെയ്തത് എന്താണ്? അവരുടെ സംഭാവനകൾ എന്താണ്? രാജ്യത്തെ നശിപ്പിക്കുവാനാണോ അവർ ശ്രമിച്ചത്? ചിലപ്പോൾ ഈ ലേഖനം വായിക്കുമ്പോൾ ഒരുപക്ഷെ വായിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ മനസ്സിലൊരു തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യതയുണ്ട്. പരിവർത്തനം എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഭീകരന്മാരാണ് ക്രൈസ്തവ മിഷണറിമാർ എന്ന്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ മിഷണറിമാർ ആരാണ്? ഈ നാടിനു വേണ്ടി ക്രൈസ്തവ സമുദായം ചെയ്ത നന്മകൾ എന്തൊക്കെ? ഇത്തരത്തിലുള്ള ലേഖനങ്ങളുടെ ഒപ്പം തന്നെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ നടക്കുന്ന അജണ്ടകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. ഇന്ന് നമ്മുടെ നിലപാട് പ്ലാറ്റ്ഫോമിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വളരെയധികം വിവാദമായി മാറിയിട്ടുള്ള ഒരു ലേഖനം, അതായത് RSSന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു എഴുതിയ ആഗോള മതപരിവർത്തനത്തിൻ്റെ നാൾവഴികൾ എന്ന തലക്കെട്ടോടെ വന്ന ഒരു ലേഖനം. അത് വ്യാപകമായിട്ടുള്ള ഒരു വിമർശനങ്ങൾക്കാണ് വിധേയമായത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ക്രൈസ്തവർക്കെതിരെ ഒരു വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, പ്രസ്താവനകൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ആ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ക്രൈസ്തവർ ഒരു മതപരിവർത്തനത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരാണ് എന്ന ഒരു കാര്യം ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ആ ലേഖനത്തിൽ കാണുന്നുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ചിലതൊക്കെ വളരെ വാസ്തവവിരുദ്ധമായിട്ടുള്ള, എല്ലാം വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുത്തേ തീരും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന, നമ്മൾ കൃത്യമായിട്ടും മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന 3 പോയിന്റ്സ് ഒന്നും ഞാനൊന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ആ ലേഖനത്തിലെ വാക്കുകളാണ്. 1, ഭാരതമടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിൽ ഭരണരംഗങ്ങളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം നേടിയ ഇക്കൂട്ടർ, അതായത് ക്രൈസ്തവർ, അവർ പ്രവേശിച്ച രാജ്യങ്ങളിലെ സംസ്കൃതിയെ തകർത്തു. പൗരാണികമായ സംസ്കൃതിയുടെ തിരുശേഷിപ്പുകൾ പോലും തകർത്ത് ഇല്ലാതാക്കി. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്പ്, അമേരിക്ക, അവിടങ്ങളിലുള്ളവർക്ക് പോലും ഇല്ലാത്ത പരാതിയാണ് ഇപ്പോൾ ഇവിടെ RSSന്റെ ആ മുഖപത്രമായിട്ടുള്ള ലേഖനം എഴുതിയിട്ടുള്ള ES ബിജു പറയുന്നത്. അടുത്തൊരു പരാമർശമാണ്, മിഷണറിമാരുടെ മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ട് ഒരാൾ മതം മാറുന്നതിലൂടെ പൂർവ്വമതത്തോട് വൈരാഗ്യവും സ്വരാജ്യത്തോട് കൂറ് ഇല്ലാത്ത രാജ്യദ്രോഹിയാവുകയും ചെയ്യുന്നു എന്നതാണ് അനുഭവം. നമുക്കറിയാം, മിഷണറിമാരുടെ വാക്കുകൾ കേട്ടിട്ട് ഇവിടെ ഒരു ക്രൈസ്തവനും പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല, ചാവേറുകളായിട്ട് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല. ഈ 3ാമത്തെ ഒരു ആരോപണം, പരമ്പരാഗത സംസ്കാരത്തിൽ നിന്നും ജീവിതശൈലിയിൽ നിന്നും അകറ്റപ്പെടുന്നതോടെ സമൂഹത്തിൽ ഉളവാകുന്ന അന്യതാബോധത്തെ സമ്മർദ്ദമായി ഉപയോഗപ്പെടുത്തി ദേശവിരുദ്ധവും വിഘടനവാദപരമായ ചിന്തയെ വളർത്തി സായുധ ഭീകരവാദത്തിലേക്ക് നയിക്കുകയാണ് മിഷണറിമാർ. ഇത് കേട്ടിട്ട് നമ്മൾ ചിരിക്കണോ കരയണോ എന്ന് പോലും തോന്നുകയാണ്. അത് ഭീകരവാദത്തിലേക്ക് നയിക്കുന്ന ഭീകരരാണ് ക്രൈസ്തവ മിഷണറിമാർ എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. ഇനി ഒരു പോയിന്റ് കൂടി നമ്മൾ ഈ നിലപാടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നിർബന്ധിത ഈ മതപരിവർത്തന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നമ്മൾ ഈ നിലപാടിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ആദ്യം റോബിനിലേക്ക് വരികയാണ്. റോബിൻ, ഇതിനകത്തുള്ള എല്ലാ പ്രസ്താവനകളും തന്നെ ജഡിലം തന്നെയാണ്. നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യത്തെ ഘട്ടത്തിൽ, അതായത് ഈ ക്രൈസ്തവ മതം അല്ലെങ്കിൽ ക്രിസ്തു മതം കടന്നു ചെന്നിട്ടുള്ള നാടിന് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ? അതോ ഈ ES ബിജു പറയുന്നത് പോലെ അവിടെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടാണോ അവിടെ ക്രിസ്തു മതം ആ നാടുകളിൽ വ്യാപിച്ചത്? ഒന്നാമതായിട്ട് ഈ ലേഖനം അടിമുടി വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, ഇത് ഏതോ മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദി സംഘടന എഴുതി കൊടുത്തിട്ട് അത് കോപ്പി അടിച്ച് പബ്ലിഷ് ചെയ്ത് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്കിത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഒരു വാസ്തവമില്ലാത്ത കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറഞ്ഞു വെച്ചേക്കുന്നത്. കാരണം ക്രിസ്ത്യാനികൾ ഇത്രത്തോളം ഭീകരന്മാരാണ് എന്ന് നമ്മൾ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇവർ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ മിഷണറിമാർ എവിടെയൊക്കെ ചെന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ആ സമൂഹത്തിന് സമ്പൂർണമായിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റം ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് ഏത് ആംഗിളിൽ കാണുന്നു ഉള്ളിടത്താണ് പ്രശ്നം എന്ന് പറയുന്നത്. ചരിത്രം തൊട്ട് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഉണ്ടായ റോം എടുക്കുക, റോം ഭരിച്ചിരുന്നത് ആ മേഖല മൊത്തം, മെഡിറ്ററേനിയൻ കടൽ തീരം മൊത്തം ഭരിച്ചിരുന്നത് ഈ ഫിനീഷ്യൻസ് എന്ന് പറയുന്ന കച്ചവടക്കാരായിരുന്നു അവരെ മൊത്തം ഭരിച്ചിരുന്നത്. അവര് യഥാർത്ഥത്തിൽ ശിശുക്കളെ ബലി കൊടുക്കുന്ന ആളുകളായിരുന്നു.
അതിനുശേഷം വന്ന റോമൻസ് ഈ ഫിനീഷ്യൻസിനെ അവരെ കളിയാക്കുമായിരുന്നു, നിങ്ങൾ ശിശുക്കളെ ബലി കൊടുക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുമായിരുന്നു. പക്ഷേ ആ റോമൻസ് തന്നെ ഈ ഏത് രാജ്യത്ത് എന്ന് ആക്രമിക്കുന്നോ ആ രാജ്യത്ത് നിന്ന് കീഴടക്കുന്ന അവിടുത്തെ നേതാക്കന്മാരെ കൊണ്ടുവന്ന് ജൂപ്പിറ്റർ ദേവന്റെ ദേവാലയത്തിന് മുന്നിൽ പരേഡ് നടത്തി അവരെ അവസാനം കഴുത്തറുത്ത് കൊല്ലുന്ന സംസ്കാരമായിരുന്നു റോമിനുണ്ടായിരുന്നത്. അതിനുശേഷം ഇതേ വെസ്റ്റേൺ റോമിനെ തകർത്തുകൊണ്ട് അവിടെ വന്ന ജർമാനിക് ട്രൈബ്സ്, ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാൻ അവർക്ക് ഏറ്റവും പ്രശ്നമായിട്ട് നിന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ള ഒരു വിഷയമായിരുന്നു. ആ കൊല്ലുക എന്നുള്ള വിഷയത്തെ കൊല്ലരുത് എന്ന് പറയുന്ന ആ ഒരു നിബന്ധനയെ അവർക്ക് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതാണ് അവരുടെ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള മാനസാന്തരം വൈകിപ്പിച്ചതിൻ്റെ ഒരേ ഒരു കാരണം ഈ കൊല്ലുക എന്നുള്ളതായിരുന്നു. ആലോചിച്ച് നോക്കുക, ആ മനുഷ്യന്മാരെ കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യരെ ബലി കൊടുത്ത് കൊന്നു ജീവിച്ചിരുന്ന മനുഷ്യരെ അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയെടുത്ത സ്ഥലമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇവർ അതിൻ്റെ ഉള്ളിൽ പരാമർശിക്കുന്ന അസ്ഡക്ക് എന്ന് പറയുന്ന സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്തു എന്നൊക്കെ പറയുന്ന മെക്സിക്കോ കേന്ദ്രമായിട്ടുണ്ടായിരുന്ന അവരെ ഇല്ലായ്മ ചെയ്തു എന്ന്. അവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് നരബലിയായിരുന്നു. ആ നരബലിയായ മനുഷ്യന്മാരെയാണ് അവിടെ ചെന്ന് നരബലി എന്ന് വെച്ചാൽ നരബലി കൊടുക്കുന്ന ആ മനുഷ്യന്മാരുടെ ഇടയിൽ ചെന്നാണ് ഇതുപോലെ ആ മനുഷ്യന്മാരെ അപ്ലിഫ്റ്റ് ചെയ്ത് ഇന്ന് കാണുന്ന ആ പ്രദേശങ്ങളുണ്ടായിട്ടുള്ളത്, ആ വികസിതമായിട്ടുള്ളതും ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നതുമായിട്ടുള്ള ആ പ്രദേശങ്ങൾ ഉണ്ടായത് ഇങ്ങനെയാണ്. അല്ലാതെ ഈ വേറെ ഏതെങ്കിലും സംസ്കാരം അവിടെ ചെല്ലുകയോ വേറെ ഏതെങ്കിലും വിശ്വാസം അവിടെ ചെല്ലുകയോ ചെയ്ത് ആ മനുഷ്യരെ അപ്ലിഫ്റ്റ് ചെയ്തുണ്ടായതല്ല. ഇതേ ക്രിസ്ത്യൻ മിഷണറിമാർ അവിടെ പോയിട്ട് ഈ നരബലി കൊടുക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ പോയിട്ട് ഒരു ഭയവുമില്ലാതെ നിർഭയം അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് ഈ പ്രദേശങ്ങൾ. അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ഈ പറയുന്ന ഇന്ത്യയിലേക്ക് തന്നെ വരിക. ഇവർ നാഗന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ നാഗന്മാരുടെ സംസ്കാരം എന്തായിരുന്നു നീ എഴുതിയ മനുഷ്യന് വല്ലപ്പെടുത്തുണ്ടോ? നാഗന്മാരുടെ ഇടയിലേക്ക് ഒരു കാലഘട്ടം മുന്നേ ഇവർ ചെന്നിട്ടുണ്ടായിരുന്ന തലയറുത്ത് കൊണ്ടുപോകുന്ന ആളുകളായിരുന്നു. ആ മനുഷ്യന്മാരെയാണ് ഇന്ന് ഇവരെ കഴിഞ്ഞും ഈ പറയുന്ന മനുഷ്യരെ കഴിഞ്ഞും ഏറ്റവും അന്തസ്സായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരായിട്ട് ഇന്ത്യയിൽ മാറ്റിയത് ക്രിസ്ത്യാനിറ്റിയാണ്, ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അതിനൊന്നും ഒരു തർക്കവുമില്ല. ഈ നോർത്ത് ഈസ്റ്റിലുള്ള എല്ലാ ഗോത്ര വിഭാഗങ്ങളെയും ഇന്ന് ക്രിസ്ത്യാനിറ്റി അവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നോ എന്നുള്ളത് ഇവർ ആലോചിച്ച് നോക്കേണ്ടതല്ല, ആ ചരിത്രം വെച്ചിട്ട്. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഉള്ളിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഏതോ മുസ്ലിം ബ്രദർഹുഡിൻ്റെ തീവ്രവാദി എഴുതി കൊടുത്തത് കോപ്പി അടിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു വാസ്തവവുമില്ല. കാരണം അത് ആ ഒരു മുസ്ലിം തീവ്രവാദി, ഒരു ഇസ്ലാമിക തീവ്രവാദി, മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു തീവ്രവാദി എങ്ങനെയാണോ ക്രിസ്ത്യാനിറ്റിയെ കാണുന്നത്, ക്രിസ്ത്യാനികളെ കാണുന്നത്, അതേ ആംഗിളിൽ കൂടിയാണ് ഈ ലേഖനം ക്രിസ്ത്യാനികളെ കണ്ടേക്കുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പല ദുരാചാരങ്ങൾ, ഇന്ത്യയിലുള്ള പല ദുരാചാരങ്ങൾ എനിക്ക് തോന്നുന്നത് അത് പിന്നീട് നമുക്ക് പരാമർശിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇനി ഈ പറയുന്ന ഇതേ മനുഷ്യര് ഈ വികസനം ഈ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും പോയി അവിടെ പോയി നിരങ്ങുമ്പോൾ അവരെന്തായാലും മനസ്സിലാക്കാത്ത ഈ സ്ഥലങ്ങളെല്ലാം മിഷണറിമാരുണ്ടാക്കിയെടുത്താണെന്ന്. മിഷണറിമാരോടും ക്രിസ്ത്യാനികളോടും ഇത്രയും ദേഷ്യമുണ്ടെങ്കിൽ അവരുണ്ടാക്കിയെടുത്ത് ഈ പ്രദേശങ്ങളിൽ പോയിട്ട് എന്തിനാണ് വികസനത്തിന്റെ പേര് പറഞ്ഞ്, പണത്തിന്റെ പേര് പറഞ്ഞ്, ജോലിയുടെ പേര് പറഞ്ഞ് എന്തിനാണ് അവിടെയൊക്കെ നിരങ്ങാൻ പോകുന്നത്? ഇനി ഈ ഗൾഫ് രാജ്യങ്ങൾ, കുറെ പേര് ഗൾഫ് രാജ്യങ്ങൾ പോകുന്നത്, ഈ ഗൾഫ് രാജ്യങ്ങളെ തന്നെ ഇന്ന് ഈ നിലയിലാക്കിയെടുത്തത് അമേരിക്കയാണ്. അമേരിക്ക ഇല്ലെങ്കിൽ ആ ഗൾഫ് രാജ്യങ്ങളിൽ, ഇന്നും അമേരിക്ക ഇല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളില്ല. ആ നിലയിൽ ഗൾഫ് രാജ്യങ്ങളെ സമ്പന്നമാക്കിയെടുത്ത് അവരുടെ എണ്ണ സമ്പത്ത് കണ്ടെത്തുകയും അത് എക്സ്പ്ലോർ ചെയ്യുകയും അതിൻ്റെ സമ്പത്ത് അവർക്ക് കൊടുക്കുകയും അവർ ഇന്ന് വലിയ രമ്യകർമ്മങ്ങളും എല്ലാം ഉണ്ടാക്കി വലിയ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതേ അമേരിക്ക ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടാക്കിയെടുത്ത് ഇതേ അമേരിക്ക തന്നെയാണ് അതിനെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ഈ യൂറോപ്പാണ് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയെയും ക്രിസ്ത്യൻ മിഷണറിമാരെയും വിമർശിക്കുന്നവർ മനസ്സിലാക്കുക, ഇവർ ഉദ്ദേശിക്കുന്നതിനും ഒരുപാട് അപ്പുറത്ത് ഇവർക്ക് സങ്കല്പിക്കാൻ കഴിയും. ഇവരുടെ രീതിയിൽ നിന്നുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയുന്നതിനും ഒരുപാട് അപ്പുറത്ത് നിൽക്കുന്നവരാണ് ക്രിസ്ത്യൻ മിഷണറിമാർ. നിങ്ങളുടെ ഈ സങ്കുചിതമായ ചിന്താഗതികൾ വെച്ച് അവരെ വിലയിരുത്താൻ നിൽക്കരുത്. പിന്നെ ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് ഈ മിഷണറിമാർ പോകുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടങ്ങളിലെല്ലാം ഈ കൊല്ലരുത് എന്നുള്ള നിയമം അവരെല്ലാം ഇല്ലാതായത്. കൊന്നു ജീവിച്ചിരുന്ന മനുഷ്യർ കൊല്ലാതെ ജീവിക്കാൻ തുടങ്ങിയത് ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ അധസ്ഥിതനും അല്ലാത്തവനും എല്ലാം ഈ വികസനത്തിലേക്ക്, ലിബറേഷനിലേക്ക് വരും. അധസ്ഥിതൻ ഒരുപാട് കാലമായിട്ട്, സെഞ്ചുറികളായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന അവനൊരിക്കലും അവൻ്റെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോഴാണ് മിഷണറിമാർ ചെല്ലുന്നത്, അവനോട് പറയുന്നത് നീ ദൈവത്തിൻ്റെ മകനും മകളുമാകാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന് അവനോട് പറയുന്നത്. നീ അധസ്ഥിതനായിട്ട് കിടക്കാനുള്ളവനല്ല, നീ ദൈവത്തിൻ്റെ മകനും മകളുമാണ് എന്ന് അവരോട് പറയുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു പുതിയൊരു സൂര്യോദയമുണ്ട്. ആ സൂര്യോദയം കൊണ്ടാണ് ഒറ്റ തലമുറ കൊണ്ട് തന്നെ അവനെല്ലാം വികസനത്തിലേക്ക് എത്തുന്നത്.
എല്ലാ അധസ്ഥിതി ഇപ്പം നമുക്കറിയാം, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ പ്രവർത്തിച്ച് ഈ അധസ്ഥിതരായിട്ട് കിടക്കുന്ന മനുഷ്യരെ എത്രയോ സെഞ്ചുറികളായിട്ട് ഈ മനുഷ്യർക്ക് പൊങ്ങി വരാൻ കഴിയാത്തതാണ്. അവരെ ക്രിസ്ത്യാനിറ്റിയും മിഷണറിമാരുമാണ് ഇതുപോലെ ഒരൊറ്റ തലമുറ കൊണ്ട് പൊങ്ങി വരാൻ കാരണം ഇതുകൊണ്ടാണ്. കാരണം അവന് കൊടുക്കുന്ന മെസ്സേജ്, നീ അധസ്ഥിതനോ അടിമയോ ഒന്നുമില്ലാത്തവനോ ആയിട്ട് ജീവിക്കേണ്ടവനല്ല, നീ ദൈവത്തിൻ്റെ മകനും മകളുമാണ്, അതുകൊണ്ട് നിനക്ക് ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യൻ ജീവിക്കുന്ന പോലെ അതേ സ്റ്റാൻഡേർഡിൽ ജീവിക്കാനുള്ള അവകാശവും അനുവാദവും എല്ലാം ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു കഴിയുമ്പോഴാണ് അവൻ ആ ഒരു വെളിച്ചത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില ആളുകൾ ഈ അധസ്ഥിതരായ മനുഷ്യർ എല്ലാ കാലത്തും അധസ്ഥിതരാണ്, അങ്ങനെ തന്നെ കിടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മിഷണറിമാർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, ഈ പാവപ്പെട്ട ഒന്നുമില്ലാതെ കിടക്കുന്ന, അല്ലെ ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ കിടക്കുന്ന, അതുപോലെ ഇന്ത്യയുടെ വനാന്തരങ്ങളിൽ കിടക്കുന്ന, ഒന്നുമില്ലാതെ കിടക്കുന്ന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യരോടെല്ലാം സുവിശേഷം പറയാൻ വേണ്ടിയാണ് ക്രിസ്തു മിഷണറിമാരെയും ക്രിസ്ത്യാനികളെയും അയച്ചേക്കുന്നത്. അപ്പോൾ അത് ഈ പാവപ്പെട്ട മനുഷ്യരോട് പറയാനുള്ള ഒരു കടമ ക്രിസ്ത്യാനിക്കുണ്ട്. അത് മാത്രമേ ക്രിസ്ത്യാനി ചെയ്യുന്നുള്ളൂ. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ മനസ്സ് മാറുന്നുണ്ട് എന്നെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സ്വാധീനമാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം സംസ്കാരങ്ങളുടെ സ്വാധീനം നന്മയും വർദ്ധിപ്പിക്കാനും ആണ് പരിശ്രമിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ, ഒരു ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നവരെയും ക്രിസ്തുവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കിയിരിക്കേണ്ടത്. യെസ്, അത് കറക്റ്റാണ്. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ ഈ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, ദേശവിരുദ്ധരാണ്, രാജ്യവിരുദ്ധരാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഏറ്റവും അതിനെ കണ്ടിരിക്കാൻ ഏറ്റവും വലിയൊരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് തുമ്പയിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഒരു പള്ളി തന്നെ വിട്ടുകൊടുത്തിട്ടാണ് ഈ നാടിൻ്റെ ബഹിരാകാശ ആ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം, ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സമൂഹം ത്യാഗം ചെയ്തത്. ഒപ്പം തന്നെ കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോഴും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100-ലധികം വർഷം പഴക്കമുള്ള അവിടുത്തെ ഒരു കത്തോലിക്ക പള്ളിയുടെ ചില സ്ഥലങ്ങൾ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വികസനത്തിന് വേണ്ടി, അതിൻ്റെ നിർമ്മാണത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിരവധി ചെറുതും വലുതുമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഈ നാട്ടിലെ ക്രൈസ്തവ സമൂഹം ചെയ്ത ത്യാഗത്തെപ്പറ്റി, ഈ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാട്ടിലെ ക്രൈസ്തവ സമൂഹം ചെയ്ത ത്യാഗത്തെപ്പറ്റി നമുക്ക് നിരവധി പറയാനുണ്ട്. എന്തിനേറെ പറയാം, നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, ഇതൊന്നും ഒരു ക്രൈസ്തവൻ്റെ വളർച്ചയ്ക്കോ നന്മയ്ക്കോ വികസനത്തിനോ വേണ്ടി അല്ല. അവിടെ വരുന്നത് നാനാജാതി മതസ്ഥരാണ്. അവിടെ മതം നോക്കാറില്ല, ജാതി നോക്കാറില്ല, മറ്റൊന്നും നോക്കാറില്ല. മനുഷ്യനാണോ എന്നൊരു ക്രൈറ്റീരിയ മാത്രമേ അവിടെ ക്രൈസ്തവർ നോക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ത്യൻ ജോണിലേക്ക് വരിക, നമുക്ക് ഈ ക്രൈസ്തവ മിഷണറിമാർ ചെയ്ത ആ ഒരു സംഭാവനകൾ പലപ്പോഴും നമ്മൾ ഈ കുറേ നാളുകളായിട്ട് അറിഞ്ഞോ അറിയാതെയോ പല കോണുകളിൽ നിന്നും, ഇപ്പോൾ ഈ RSSൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല പല കോണുകളിൽ നിന്നും ഈ ക്രൈസ്തവ മിഷണറിമാർ ചെയ്ത സംഭാവനകളെ ബോധപൂർവം തമസ്കരിക്കാനുള്ള നീക്കങ്ങൾ പല കോണുകളിൽ നിന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തെ തമസ്കരിച്ച്, ഒരു സമുദായം ചെയ്ത നന്മകളെ അങ്ങ് തമസ്കരിച്ച് ആ സമുദായത്തിന് ഈ സമൂഹത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല എന്ന ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഗൂഢമായ നീക്കം ഇതിൻ്റെ പിന്നിലില്ലേ? അതിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ സാർ? തീർച്ചയായിട്ടും അത് കുറച്ച് നാളുകളായിട്ട് തന്നെ ഉള്ളതാണ്. ആദ്യം അത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു തുടങ്ങിയത് അവരാണ് എല്ലാം ചെയ്തത്, ലോകത്തിലെല്ലാ നന്മകളും അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായെന്നൊക്കെ ആയിരുന്നു ഒരു വാദം വെച്ചിരുന്നത്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ അതൊക്കെ പത്തി താഴ്ന്നു പോയി. കാരണം ഇതിന് കൗണ്ടർ ചെയ്യാനുള്ള ചരിത്ര രേഖകൾ മുമ്പ് തന്നെ ആളുകൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചരിത്ര രേഖകൾ ഓൾറെഡി ഉണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊങ്ങി വരുന്നത് ഈ പറയുന്ന തീവ്ര ഹിന്ദു അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് വർക്കുകളാണ്. അപ്പോൾ ഞാൻ ഈ ലേഖനം വായിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചപ്പോൾ ശരിക്കും ഒരു വിദ്വേഷ പ്രസംഗം പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഏതൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു, ഒരടിച്ചിട്ടൊക്കെ എഴുതിയാന്ന് പറയുന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നു, അത്ര തന്നെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലേഖകൻ അത് കണ്ണടച്ച് എഴുതിയെന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ലിറ്റററി പറയുന്നതല്ല, ആൾക്കറിയാം സത്യം ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാമെങ്കിലും അത് തമസ്കരിച്ചിട്ട് എഴുതുന്ന പോലെയുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ജനങ്ങൾക്കിടയിൽ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ തെറ്റായ വാദമുഖങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രം തിരിയാൻ വേണ്ടി, ഒരു ജനത്തെ മാത്രം മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു ലേഖനം പോലെ തന്നെയാണ് എനിക്കത് അനുഭവട്ടെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് വരുമ്പോൾ നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ അമേരിക്കയിൽ ഇപ്പോൾ ന്യൂയോർക്കിലാണ് വ്യക്തി താമസിക്കുന്നത്, വന്ന ഒരു സ്ത്രീയുണ്ട്. ആളുടെ പേരാണ് യോൺമി പാർക്കർ. അപ്പോൾ ആള് അന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം അമേരിക്കയിൽ എത്തിയതിന് ശേഷം ഒരു സദസ്സിന് മുമ്പിൽ, വലിയൊരു ബഹുജന സദസ്സിന് മുമ്പിൽ സ്ത്രീ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അതായത് അടിമത്തം എന്താണെന്നറിയാത്തവർക്ക്
സ്വാതന്ത്ര്യം ഒരു അജ്ഞതയായിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരവസ്ഥയാണ്. അടിമത്തം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സ്വാതന്ത്ര്യം ഒരു അജ്ഞതയായിട്ട് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് മുതലാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ, കാരണം ആ അജ്ഞതയെ മുതലാക്കിയാൽ മാത്രമാണ് മറ്റുള്ള മേലാളന്മാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സ്റ്റാൻ സ്വാമി ഒരു ഉദാഹരണം, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് തോന്നുന്നു, പക്ഷേ സ്റ്റാൻ സ്വാമി ഒരു ഉദാഹരണമാണ്. അപ്പോൾ വീണ്ടും ആ അടിമത്തത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വാതന്ത്ര്യം നൽകാതെ, അവർ സത്യമെന്നൊന്ന് പഠിപ്പിക്കാതെ ആ അടിമത്തത്തിലൂടെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തരം ശക്തികൾ ഇന്ത്യയിൽ മൊട്ടാകെ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. പല സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തുകൊണ്ട് കേരളത്തിന് അത്ര ലിറ്ററസി വരുന്നില്ല, പ്രോഗ്രസ് വരുന്നില്ല എന്നതിൻ്റെ ഒരു വളരെ വലിയൊരു പ്രത്യക്ഷമായൊരു വെളിപ്പെടലാണ് അതൊക്കെ. ഇനി കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര വലിയ സാക്ഷരത വന്നു എന്നുള്ളതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്രൈസ്തവ മിഷണറിമാർ മാത്രമാണ്. അതിന് അത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ ചരിത്രം പഠിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പരസ്യമാക്കി ഇനി വരുന്ന തലമുറയെയോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരെയോ മാത്രം ഈ പറയുന്ന ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം കുറേ ലേഖനങ്ങൾ ഇറക്കാൻ മാത്രം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഈ പറയുന്ന ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകളാണ് വലിയൊരു തലത്തിൽ കേരളത്തെ കേരളമാക്കി മാറ്റിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പള്ളിക്കൂടങ്ങൾ എന്നാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഈ പള്ളിയോട് ചേർന്നുള്ള കൂടങ്ങൾ, അതായത് പള്ളിയോട് ചേർന്നുള്ള വിദ്യാലയങ്ങളിലാണ് മുമ്പ് ഈ ചെറുപ്പകാലത്തുള്ള വിദ്യാർത്ഥികൾ പഠിച്ചു വന്നിരുന്നത്. അതിനെ പള്ളിക്കൂടങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് പള്ളി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, മോസ്കല്ല, ദേവാലയമാണ്, ചർച്ചാണ് ഉദ്ദേശിക്കുന്നത്. പള്ളിയിൽ നിന്ന് കുന്നാളൊരു വിവാദ പ്രസ്ഥാനം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതല്ല ഉദ്ദേശിക്കുന്നത്. ചർച്ചിനോട്, ക്രൈസ്തവ ദേവാലയത്തോട് ചേർന്നുള്ള വിദ്യാലയങ്ങളെ വിളിച്ചിരുന്ന പേരാണ് പള്ളിക്കൂടങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞ ഈ പറയുന്ന നമ്മുടെ വിശുദ്ധനായ ചാവറ ഏലിയാസ് അച്ഛൻ്റെ നേതൃത്വത്തിലും മറ്റു വൈദികരുടെ മിഷണറീസിൻ്റെ നേതൃത്വത്തിലൊക്കെ ഈ പറയുന്ന പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ടായി. ഇനി നമുക്ക് ഇത് ഞാൻ വെറുതെ ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ത്യൻ ഭാഷകളിലേക്കൊന്ന് കടക്കാം. നമ്മുടെ ഈ ഹിന്ദി തൊട്ടുള്ള ഭാഷകൾ, ഹിന്ദി, ബംഗാളി, അതുപോലെയുള്ള ഒട്ടനവധി ഭാഷകൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കുറേ ഭാഷകളുടെ പേര് നോക്കിയെടുത്തിട്ടുണ്ട്. അതായത് സന്താലി, നാഗ ട്രൈബൽ ലാംഗ്വേജസ്, അതുപോലെ തന്നെ മിസോ ആൻഡ് കാസിം, ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലൊക്കെ സംസാരിക്കുന്ന ഭാഷകളാണ്. അതുപോലെ തന്നെ ഗാരോ, ഹിന്ദി, ഉറുദു, അങ്ങനെ ഒട്ടനവധി ഭാഷകൾ വേറെ. അതുപോലെ തന്നെ കന്നഡ, അങ്ങനെ കുറേ ഭാഷകൾ വായിച്ചു നോക്കിയാൽ തമിഴ്, തെലുങ്ക്, മറാത്തി, പഞ്ചാബി, ഇതൊക്കെ ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇതിന് ഗ്രാമർ കൊടുത്തത്, വ്യാകരണം കൊടുത്തത്, ഇത് ആൽഫാബറ്റ് കൊടുത്തത്, അക്ഷരമാല കൊടുത്ത ആരാണ്? ക്രൈസ്തവ മിഷണറിമാരാണ്. ഇതൊക്കെ നമസ്കരിക്കാൻ പറ്റില്ല, ചരിത്രത്തിലുള്ളതാണ്. അതിന് വാദിക്കുന്ന ആൾക്കാർ പറയുന്നത് അവരത് ചെയ്തത് മതപ്രസംഗം നടത്താൻ വേണ്ടിയും ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളതാണ്. ഞാൻ പറയും, തീർച്ചയായിട്ടും അവർ ഈ ഭാഷ പഠിച്ചത് ഇവർ വ്യാകരണം കൊടുത്ത് ലിപിയാക്കി ഇത് ബൈബിൾ അച്ചടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ഈ പാവപ്പെട്ട ആൾക്കാരെ സമുദ്രിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊന്നും മറന്നു പോകാത്തേ. ആൾക്കാർ ഇപ്പോൾ ഹിന്ദി ഭാഷയിലും, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ ഹിന്ദി ഭാഷയിലും, അല്ലെങ്കിൽ ഞാൻ പറയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അല്ലേ? രാഷ്ട്രഭാഷ അല്ലെങ്കിൽ തന്നെയും ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഹിന്ദി ഉൾപ്പെടെ പഞ്ചാബി, തമിഴ്, തെലുങ്കു, മറാത്തി, അതുപോലെ തന്നെ മറ്റു പല ഭാഷകളും ഉൾപ്പെടെ ഈ ഭാഷകൾ പ്രാബല്യത്തിൽ റിട്ടൺ ലാംഗ്വേജ് ആയിട്ടും സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ടും, ഇനി അതല്ല മറ്റുള്ള കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു സംഭാവന ക്രൈസ്തവരുടെയാണ്. ഈ ബൈബിള് അല്ലെങ്കിൽ മതപ്രസംഗം നടത്താൻ വേണ്ടിയിട്ടല്ല, അത് മാത്രമായിരുന്നില്ല, ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, സമുദ്ധരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇപ്പോഴും ഈ ഭാഷയിൽ സംസാരിക്കുന്നത്, ഇപ്പോഴും ഈ ഭാഷയിൽ പത്രങ്ങൾ വായിക്കുന്നത്, ഇപ്പോഴും ഈ ഭാഷയിൽ പത്രങ്ങൾ എഴുതുന്നത്. ഈ വിവാദ പ്രസ്താവന എഴുതിയ വ്യക്തി എങ്ങനെയാണ് ഈ ലാംഗ്വേജ് പഠിച്ചത്? അതുകൊണ്ട് അതെന്താ ഈ മനുഷ്യൻ മനസ്സിലാക്കാത്തേ? അതൊക്കെ മനസ്സിലാക്കണമെന്നേ. അല്ലാതെ ഈ വെറുതെ കുറേ ഭാഷകൾ എഴുതാൻ മാത്രം ഈ കഴിവുണ്ടായിട്ട് കാര്യമില്ല. എങ്ങനെയാണ് ഞാൻ ഈ ഭാഷ പഠിച്ചത്? പള്ളിക്കൂടങ്ങളിൽ നിന്നല്ലേ പഠിച്ചത്. ഈ പള്ളിക്കൂടങ്ങളിൽ ആരുണ്ടാക്കിയേ? ഈ പള്ളിക്കൂടങ്ങളിൽ ഈ ഭാഷ കൊണ്ടുവന്ന ആരാണ്? ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഹെർമൻ ഗുണ്ടർട്ടിന്റെ വലിയൊരു സ്വാധീനമില്ലല്ലേ ഈ പറയുന്ന പ്രസ്? കേരളത്തിൽ അച്ചടി എന്നുള്ളൊരു വസ്തുത, കേരളത്തിൽ ബൈബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ആദ്യത്തെ ഈ പറയുന്ന അച്ചടി കൊണ്ടുവന്ന ആരാണ്? ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിലുള്ള ഈ സ്വാധീനങ്ങളൊന്നും മനസ്സിലാക്കാത്തതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ നമസ്കരിച്ചിട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ തൂലിക എടുത്ത് എഴുതുമ്പോൾ ഈ തൂലിക അദ്ദേഹം നോക്കിയാൽ മതി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാരാൻ അദ്ദേഹം നോക്കാൻ പറ്റുന്നില്ലേ? ഞാനിത് പറയുന്നുള്ളൂ. അപ്പൊ അതുപോലെ നോക്കാനുള്ള ചരിത്രാവബോധം ഒരു മനുഷ്യനില്ലെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
അടിമത്തം എന്താണെന്ന് അറിയാത്തൊരു മനുഷ്യന് സ്വാതന്ത്ര്യം ഒരു അജ്ഞതയായിരിക്കും. ഞാൻ അങ്ങനെ ഇതിനെ മറ്റേ ഈ പ്രസ്ഥാനത്തെ പറ്റി ഞാൻ പറയുള്ളൂ. നമ്മൾ ലോകമൊട്ടാകും നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവന, ക്രൈസ്തവർ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ പ്രോഗ്രസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവർ പലരും പറയുന്ന ഒരു നെഗറ്റീവായിട്ടൊരു തലം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന 1, 2, 3 കാര്യങ്ങളാണ്. ക്രൈസ്തവർ എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പറയുന്ന അവർ അടിമത്തം ഉണ്ടാക്കി, 2 വാക്കുകളാണ്, അടിമത്തം ഉണ്ടാക്കി, അവിടെ കലഹം ഉണ്ടാക്കി, ആൾക്കാർ അടിമകളാക്കി. പിന്നെ പറയുന്നതാണ് അവർക്ക് വേറെ ഒന്നും കിട്ടില്ലെങ്കിൽ ഇവിടെ നിന്നാണ് കുരിശുദ്ധം ഉണ്ടാക്കി. കുരിശുദ്ധമാണ് ഇവർക്ക് എപ്പോൾ എടുത്തു പറയുന്ന വാക്കാണ് കുരിശുദ്ധം. അപ്പോൾ കുരിശുദ്ധമൊക്കെ എന്നാണ് വന്നത്? കുരിശുദ്ധമൊക്കെ വന്നതിന് മുമ്പ് തന്നെ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 1000 വർഷത്തോളം കുരിശുദ്ധത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ ഒരു 5, 8, 9, 10 നൂറ്റാണ്ട് ആദ്യം ഫസ്റ്റ് AD എന്നൊക്കെ പറയുമ്പോൾ ആ നൂറ്റാണ്ടിൽ തന്നെ ക്രൈസ്തവം ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു. നമുക്കറിയാം അന്ത്യോക്യയിൽ വെച്ചാണ് ക്രൈസ്തവർ ആദ്യം ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് വിളിക്കപ്പെട്ടത് നമുക്കറിയാം. അപ്പോൾ അന്ന് തൊട്ട് ക്രിസ്ത്യാനികൾ, ആ പേര് മൊത്തം ക്രിസ്ത്യാനികളാണെങ്കിലും അതിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുരിശിതൊക്കെ അതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റുന്ന ഈ കുരിശിതാണ് പറയുന്നത്. അതിന് മുമ്പുള്ളൊരു കാലഘട്ടമുണ്ട്. റോമ സാമ്രാജ്യത്തിൽ 100-300 വർഷങ്ങളാണ് ഈ പറയുന്ന ക്രൈസ്തവർ എന്നൊരു പേര് കേട്ട ഒരു മതവിഭാഗം അടിമത്തത്തിൻ്റെ, അല്ലെങ്കിൽ എവിടെയൊക്കെ ക്രൈസ്തവരുണ്ടോ അവരൊക്കെ തടഞ്ഞു പിടിച്ച് കൊല്ലുവാൻ വേണ്ടി റോമ സാമ്രാജ്യത്തിലെ അടിമന്മാർ ഇത് തേരോടിച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊന്നും ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവർ പറയുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ക്രൈസ്തവ മതം ഉണ്ടാക്കിയത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അല്ല ക്രൈസ്തവ മതം ഉണ്ടായത്, ക്രൈസ്തവ മതം അതേ ഉണ്ടായിരുന്നു. പക്ഷേ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. അതാണ് അവിടെ വരുന്നത്. അത് സ്വാതന്ത്ര്യം കൊടുത്തത് അദ്ദേഹത്തിന് വന്നൊരു മനമാറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വന്നൊരു കൺവേർഷൻ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വന്ന വലിയൊരു കൺവേർഷൻ. അതൊക്കെ അതിൽ ചരിത്രത്തിലെടുത്ത് പറയുന്നുണ്ട്. ഇതൊന്നും ആൾക്കാർക്ക് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്നോ കിട്ടിയ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നില്ലേ, അല്പജ്ഞാനം അപകടം തെളിക്കുന്ന പറഞ്ഞ ഒരു പഴഞ്ചൊല്ല് തന്നെ പറയുന്നില്ലേ. അതുപോലെ ഈ അല്പജ്ഞാനം എപ്പോഴും എടുത്ത് എഴുതി ആൾക്കാരെ ഈ പറയുന്ന അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു തരം ചിന്താ രീതികൾ ഇപ്പോഴത്തെ കാലത്ത് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അത് ക്രൈസ്തവർക്കെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെ അസൂയാലു ആകുന്ന ഒരു പലതരം വ്യക്തിത്വങ്ങൾ. സ്വന്തം മതത്തിൽ പിടിച്ചു നിർത്താൻ പറ്റാണ്ട് വേറെ മതത്തിൽ പോകുമ്പോൾ ഒരു തരം അസൂയ വരും. നോർമലി ഞങ്ങളുടെ ആൾക്കാർ ശക്തി ക്ഷയിക്കുകയാണല്ലോ. അപ്പോൾ ഇവർ വിശ്വസിക്കുന്നത് എന്താണ്? ആൾക്കാരുടെ, അതായത് ഈ മതത്തിലുള്ള ആൾക്കാരുടെ ശക്തിയാണ് മതത്തിൻ്റെ ശക്തി എന്നുള്ള കാരണം കൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നത്. സത്യദൈവത്തിലാണ് വിശ്വാസമെങ്കിൽ ശക്തി ദൈവത്തിലാണ്, അല്ലാതെ ആൾക്കാരിലല്ല. നമുക്കറിയാം. അപ്പം ഈ അമേരിക്ക പോലുള്ള, മിസ്റ്റർ റോബി മുമ്പ് പറഞ്ഞ പോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, അമേരിക്ക നമുക്കറിയാം, മെസോ അമേരിക്ക എന്നറിയപ്പെടുന്ന മെസോ അമേരിക്കയിലാണ് സ്പെയിന് അതുപോലെ തന്നെ ഫ്രഞ്ച്, ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ ചെന്ന് അവിടെ കോളനിവൽക്കരണം നടത്തിയിരുന്നു. തീർച്ചയായിട്ടും കോളനിവൽക്കരണ സമയത്ത് അവിടെയുള്ള ആൾക്കാരെ, അതായത് ബേസിക് അവിടെ ഉണ്ടായിരുന്ന ട്രൈബൽസിനെ തീർച്ചയായിട്ടും അടിച്ചമർത്തിയിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടിച്ചമർത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാരല്ലായിരുന്നു, അവിടെ ചെന്ന വേറെ ആൾക്കാരായിരുന്നു. പക്ഷേ ഇവരുടെ കൂടെ ആര് പോയിട്ടുണ്ടായിരുന്നു? ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് മെക്സിക്കോയിലെ ഗാഡലൂപ്പയിലെ ആ മാതാവിൻ്റെ ആ പ്രത്യക്ഷീകരണത്തോട് കൂടെയാണ് ഈ പറയുന്ന മെക്സിക്കോയിൽ ഈ പറയുന്ന ഒരു നരബലിനെ പറ്റി പറയുന്നുണ്ട്. അതൊരു സിനിമയുണ്ട്, നമ്മുടെ ഈ മെൽ ഗിബ്സൺ ഷൂട്ട് ചെയ്ത അപ്പോകാലിപ്സ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ചരിത്രപരമായിട്ട് മായൻ സിവിലൈസേഷൻ്റെ കാലത്ത് ഈ പറയുന്ന മനുഷ്യനെ നെഞ്ചൊക്കെ കുത്തി വളർന്നിട്ട് ഹൃദയം എടുത്ത് ഈ പറയുന്ന ഹിച്ച്ലോപൂച്ചലി എന്ന് പറഞ്ഞൊരു ദേവൻ എന്ന് വെച്ചാൽ സൂര്യനാണ് ഹിച്ച്ലോപൂച്ചലി എന്ന് വിളിക്കുന്നത്. ഇതിനെ കൊണ്ട് സമർപ്പിച്ച് ഈ മനുഷ്യനെ തലവെട്ടി കളയുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ മറ്റുള്ള ട്രൈബുകളൊക്കെ പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് ആര് വരാണ്? ഈ പറയുന്ന സ്പെയിൻകാർ വരാണ്. സ്പെയിൻകാർ വന്നു, തീർച്ചയായിട്ടും അവർ അടിമകളാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടായിരുന്നു. അടിമകളാക്കല്ല അവർ ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക ചെയ്തത്. എന്നിട്ടാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മനുഷ്യരാണ് തങ്ങൾക്ക് ഈ പറയുന്ന ഞങ്ങൾ ചെയ്യുന്ന ഈ നരബലികളൊക്കെ തെറ്റാന്ന് പറഞ്ഞിട്ട് അവർ ഈ പറയുന്ന സമ്പ്രദായത്തെ മൊത്തം തച്ചുടക്കുകയാണ്. മെക്സിക്കോ അതുപോലെയുള്ള മറ്റു അമേരിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം, അവിടെ ഫ്രഞ്ചുകാർ കയറി, ബ്രിട്ടീഷുകാർ കയറി. അതുകൊണ്ടാണ് അമേരിക്കയിൽ നമുക്ക് ഫ്രഞ്ച് ലാംഗ്വേജും സ്പെയിൻകാർ കയറി. അതുകൊണ്ടാണ് അമേരിക്കയിൽ സ്പാനിഷും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ടായത്. കാനഡ ഭാഗത്തേക്ക് കൂടുതലും ഫ്രഞ്ചുകാരായിരുന്നു. അതുകൊണ്ട് ഫ്രഞ്ച് ലാംഗ്വേജും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും വന്നത്. അവിടേക്ക് എന്നിട്ട് ഈ പറയുന്ന അമേരിക്കയുടെ ചരിത്രം ഒരു 500 വർഷത്തെ ഒരു ചരിത്രം നോക്കിയാൽ അവിടെ എന്ത് സ്വാധീനം കൊണ്ടാണ് അവിടെ ഈ അമേരിക്ക ഇത്ര പ്രോഗ്രസ് വന്നതെന്ന് ഈ അമേരിക്കയുടെ രക്തത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ട്രംപ് പറയുന്നതാണ്, ക്രിസ്തു നമ്മുടെ രാജാവ്, ക്രിസ്തു നമ്മുടെ നേതാവ് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇവർ ദൈവത്തിൻ്റെ നാട് തന്നെയാണ്. ദൈവനാടെന്ന് വെച്ചാൽ ദൈവമാണ് ഞങ്ങൾ ഭരിക്കുന്നത് തന്നെയാണ് പറയുന്നത്. ഈ നാട്ടിലേക്കാണ് എന്ത് വരുന്നത്? ഈ പല അഭയാർത്ഥികളും വന്ന് ചെന്നു. എന്തിനാ ഈ പറയുന്ന ഈ ഫേമസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവിടെയുള്ളത്. ഹാർവാർഡ്,
സ്റ്റാൻഫോർഡ്, അങ്ങനെ വളരെ ഫേമസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ട്, ആൾക്കാർ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര പ്രസ്റ്റീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ച ആൾക്കാർ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ധാരാളം വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ അറേബ്യൻ കൺട്രീസിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആരാണ്? ഈ അമേരിക്ക പോലുള്ള കൺട്രീസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഈ പറയുന്ന ഇത്ര വലിയ കൺവേർഷൻ വരാൻ കാരണം എവിടെയാണ്? യൂറോപ്പിൽ നിന്നാണ് തോന്നുന്നത്. യൂറോപ്പിന് എങ്ങനെയാണ് ഈ കൺവേർഷൻ വരാൻ കാരണം? നമുക്കറിയാം, ആദ്യമ ക്രിസ്ത്യാനികൾ തൊട്ട് ഈ പറയുന്ന റോമ സാമ്രാജ്യത്തിൽ വ്യാപിച്ചതിന് ശേഷം ഇത് പറയുന്ന ഈ ജർമ്മനിക് ട്രൈബ് അതുപോലെയുള്ള ഈ പറയുന്ന മറ്റു സ്ഥലങ്ങൾ വെൽഷ് ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? അവിടെ എല്ലാം ക്രിസ്തു മതം അവിടെ വളരാൻ തുടങ്ങി. അതായത് ഈ തോമസ് അക്വീനസ് പറയുന്ന പഞ്ചവാദമുഖങ്ങൾ രണ്ടാമത്തെ വാദം തോന്നുന്നു ഓർഡർ ഉള്ളതിൽ നിന്നാണ് ഓർഡർ വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറയുന്ന നമുക്കൊരു എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്, എല്ലാത്തിനും സിസ്റ്റമാറ്റിക് ഉണ്ട്. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഓർഡറൈസറായ സിസ്റ്റം വരുന്ന ഇവിടുന്നാണ്. യഥാർത്ഥ ഓർഡർ വരുന്ന ഇവിടുന്നാണ്, ആ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ദൈവമുള്ള സ്ഥലത്താണ് ഈ ഓർഡർ വരുന്നത്. നമുക്ക് ഈ പറയുന്ന യൂറോപ്യൻ തൊട്ടുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നോക്കിയാൽ അവിടെ എല്ലാത്തിനും സിസ്റ്റം ഉണ്ട്, സിസ്റ്റമാറ്റിക് ആണ്. എന്നിട്ട് നമുക്കറിയാം ഈ പറയുന്ന ഇവരുടെ ഭരണഘടന പോലും എവിടെ നിന്ന് എഴുതിയതാണ്? ബൈബിൾ അധിഷ്ഠിതമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന വിവാദ പ്രസ്താവന ഈ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. ഇവർ പറഞ്ഞു ഇവിടെയൊക്കെ പോയ രാജ്യങ്ങൾ അലങ്കോലം ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറയണത്. പോയ അലങ്കോലം എല്ലാം ഉണ്ടാക്കി, പോയ രാജ്യങ്ങളൊക്കെ വളർത്തുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ മിഷൻമാരെ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയിലേക്ക് വരാനുണ്ടായ കാരണം ഈ പറയുന്ന നമുക്കറിയാം ഈ ട്രേഡ്, ഈ വ്യവസായ വിപ്ലവങ്ങളൊക്കെ അതിൻ്റെ പേരിലേക്കാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷെ അവരുടെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ കൂടെ മിഷണറിമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാംഗ്വേജുകളുടെ കാര്യത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ അവർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല അനാചാരങ്ങൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ സതി, അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ അനാചാരം. സതി ഒരു അനാചാരമാണ്. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി ഏറ്റവും കൊടിയൊരു അനാചാരമായിരുന്നു. അതായത് സവർണറായ ബ്രാഹ്മണന്മാർക്ക് ഈ പറയുന്ന പുലയ അല്ലെങ്കിൽ ശൂദ്ര വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരെ കണ്ടുകൂടാ, തൊട്ടുകൂടാ, അങ്ങനെ കുറെ തീണ്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇവരെയൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങളൊക്കെ ദൈവം സ്നേഹിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതായത് വെറുതെ കള്ളും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കഞ്ചാവും കൊടുത്ത് ഇങ്ങനെ മയക്കുവിടല്ല ചെയ്തത്, അല്ലെങ്കിൽ വാളും പരിചയം കൊടുത്ത് അവരെ ഈ കൺവേർഷൻ ചെയ്യല്ല ചെയ്തത്. അവരെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മസ്തിഷ്ക പ്രശ്നങ്ങളല്ലോ നടത്തിയേ, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരെ ചെയ്തേ. എന്നിട്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ച ആൾക്കാർക്ക് താന് വിലയുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കണ്ടു. മനുഷ്യമാഹാത്മ്യം എന്നൊരു വാക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്, ഹ്യൂമനിസം. അപ്പോൾ ഹ്യൂമനിസം എന്നുള്ള വാക്ക് വരുന്നത് എവിടെ നിന്നാണ്? ബൈബിളിൽ നിന്നാണ് വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ മേശയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പതിതരുണ്ടായിരുന്നു, പാവപ്പെട്ടവരുണ്ടായിരുന്നു, അരികു ജീവിതങ്ങളുണ്ടായിരുന്നു, പണക്കാരുണ്ടായിരുന്നു, യൂദാസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ പാദം ആര് കഴുകി? കർത്താവ് കഴുകി. ഓക്കെ, ഈ ബൈബിളാണ് പറയുന്നത്. ഈ ബൈബിളാണ് ഈ ഏറ്റവും ആദ്യം ഹ്യൂമനിസം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഹ്യൂമനിസമാണ് ക്രൈസ്തവ മിഷണറിമാർ ലോകം എവിടെ പോയാലും അവർ കൊടുക്കുന്ന വില. അപ്പോൾ ഈ പറയുന്ന മർദ്ദിതരും പാവപ്പെട്ടവരുമായ ഈ പറയുന്ന ചണ്ടാളനെന്നും ശൂദ്രനെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന വില കെട്ടവനെന്നും തൊട്ടു തീണ്ടി കൂടായ്മ ഉള്ളവനാണെന്നൊക്കെ വിളിക്കപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് പറയാണ്, നിങ്ങൾ വിലപ്പെട്ടവരാണ്, ദൈവത്തിന് നിങ്ങൾ വിലപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ അവിടെ ആരാണ് പ്രഘോഷിക്കുന്നത്? ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുന്നത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ എന്താണ്? ഞാൻ സ്വയം വിലയുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നത് ചെയ്യുന്നത്. എല്ലാവരെയും സ്നേഹിക്കുന്ന ക്രിസ്തുവിനെയാണ് അവർ പ്രഘോഷിക്കുന്നത്. ഒരു മേശയ്ക്ക് ചുറ്റും വർണ്ണവെറിയോ ജാതിവെറിയോ അല്ലെങ്കിൽ ദരിദ്രനോ ധനവാനോ ഒന്നും നോക്കാതെ എല്ലാവർക്കും എല്ലാമായി മാറുന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ ക്രിസ്തു മതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുന്നത് സാധാരണമാണ്. തീർച്ചയായിട്ടും അതിൽ പ്രത്യേകിച്ച് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഹ്യൂമനിസം പ്രസംഗിക്കുന്നത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ബൈബിളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫെമിനിസം, സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ ദർശനം വരുന്ന എവിടെയാണ്? ബൈബിളിൽ നിന്നാണ് വരുന്നത്. പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നില്ല, പക്ഷേ ഇതൊക്കെ വരുന്നത് ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ടാണ് സതി എന്ന് പറഞ്ഞ അനാചാരം, അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ അനാചാരം, അങ്ങനെ പല അനാചാരം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാസ്റ്റ്, കളർ, അങ്ങനെ കുറേ അനാചാരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഈ പറയുന്ന അനാചാരങ്ങളൊക്കെ ക്രൈസ്തവ മിഷണറിമാരുടെ ഫലങ്ങൾ അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളിൽ നിന്നാണ്. നമ്മുടെ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ ഈ ജനറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹിന്ദുക്കളോ അല്ലെങ്കിൽ അവർണരോ സവർണരോ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാരായിരിക്കാം അവിടെ നിന്ന് മാറി വന്നത്. അല്ല, ഇപ്പോൾ ഈ ലേഖനത്തിലുള്ള കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന പഴയ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ പഴയ സതി അല്ലെങ്കിൽ ഈ പഴയ തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ വരണം എന്നാണോ ആൾ ഉദ്ദേശിക്കുന്നത്? അതാണോ ആൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കവിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇവരുദ്ദേശിക്കുന്ന പേനയോ പേപ്പറോ ഒച്ചടിക്കോ ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങളോ അതൊക്കെ എവിടെ നിന്നുള്ള ഈ സംഭാവനയാണെന്ന് ഇദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ഒരു നാവ് ഉയർത്താൻ പോലും വാക്കുണ്ടാവില്ല എന്നേ.
ഇതൊക്കെ നമസ്കരിച്ച് കളയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്രയുള്ളൂ, ക്രിസ്ത്യൻ മിഷണറിമാർ, ഞാൻ അത് വെറുതെ ഒന്ന് പരത്തി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഡീപ്പായിട്ട് ഞാൻ ഒരു കോൺസെൻട്രേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇതാണ്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ, ലോകത്തിൽ ക്രൈസ്തവ മിഷണറിമാർ തന്ന കോൺട്രിബ്യൂഷൻസ് തീർച്ചയായിട്ടും അത് നോക്കി നമുക്കൊരു അതാണെന്ന് പറഞ്ഞ് നമുക്ക് അളക്കാവുന്നതല്ല, അത് വളരെ അധികമുണ്ട്. ഓക്കെ, അത് കറക്റ്റാണ്. ഞാൻ ഒരു അനുഭവം ഒപ്പം തന്നെ എനിക്കൊന്ന് നിർബന്ധിത മതപരിവർത്തന നിരോധനം അതിനെപ്പറ്റി ഒന്ന് പരാമർശിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ ഇരിക്കുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒഡീഷയിൽ ഒരു മിഷൻ പ്രദേശം സന്ദർശിക്കാൻ ഇടയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഏകദേശം എനിക്കൊന്ന് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറയുമ്പോൾ ഏകദേശം 10-200 പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കായിരിക്കും പോകുന്നത്, അവിടുത്തെ മിഷൻ ആക്ടിവിറ്റീസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന പ്രദേശം എന്ന് പറയുന്നത് ഒരു ഘോര വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. ഒരു ജീപ്പിലാണ് പോകുന്നത്, അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത്. ഈ റോഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ മുമ്പിലില്ല. ഒരു കല്ലിൽ നിന്ന് അപ്പുറത്തെ കല്ലിലേക്ക് ജീപ്പ് ഇങ്ങനെ ചാടി പോകുന്നു. നമ്മളൊരു സിനിമയിൽ കേട്ടിട്ടില്ല, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ തവിടുപൊടി എന്നുള്ളൊരു, അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ആ യാത്രയിൽ. അത് ഘോരമായിട്ടുള്ള വനം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ പാറക്കെട്ടുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കുലുങ്ങി ചിലപ്പോൾ നമ്മുടെ തലയൊക്കെ ഇടിക്കുന്നുണ്ട്. അതൊന്നും അച്ഛന് സ്ഥിരം യാത്ര ചെയ്യുന്ന വഴിയാണ്. നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പേടിയും ഭയവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ജീപ്പ് ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, ഒരു സ്ഥലത്ത് വന്ന് നിർത്തി. അക്ഷരാർത്ഥത്തിൽ ഞാൻ ആ ഒരു ദൃശ്യം ഒരിക്കലും മനസ്സിൽ നിന്നും മായത്തില്ല. 2 കുടിലുകളാണ് അവിടെയുള്ളത്, 2 കുടിലുകൾ. ആ ഒരു കുടിലിൽ നിന്നും അച്ഛൻ്റെ ജീപ്പിൻ്റെ ഓണടി കേട്ടിട്ട് ആ ഒരു കുടിലിൽ നിന്ന് ഒരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരിക, ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് ഓടി വന്ന അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. ആ കുടുംബത്തിലെ മറ്റ് കുട്ടികൾ, ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ദരിദ്രമായിട്ടുള്ള, നമുക്കറിയാം ഈ ഗോത്രവർഗ്ഗക്കാരെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടർ, അവർ വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അച്ഛൻ അവരോട് കുശലങ്ങൾ ചോദിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അതൊക്കെയാണ് ഒരു കൺവേർഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കത്തോലിക്ക സഭ ചെയ്യുന്ന ഒരു ശുശ്രൂഷയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഈ പറയുന്ന സർക്കാരോ പാർട്ടിക്കാരോ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഘോര വനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന വൈദികരാണ്. ക്രിസ്തു സ്നേഹമാണ് അവിടെ പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ പുഞ്ചിരിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇവർ ക്രിസ്തുവിനെ അറിഞ്ഞത് ഏതെങ്കിലും ലാഭേച്ഛ കൊതിച്ചിട്ടാണോ അല്ലെങ്കിൽ നിർബന്ധപൂർവമാണോ. അവരുടെ ചിരിയിൽ നമുക്കൊരാൾ ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ. അവിടെ എന്താണ് പറയുന്നത്, ആ 2 കുടുംബങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് അച്ഛന്മാരും സിസ്റ്റേഴ്സും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ നിരവധി പേർ നമ്മുടെ ചുറ്റിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതായത് ഗവൺമെൻറ്റുകൾക്ക്, പാർട്ടിക്കാർക്ക്, സർക്കാർ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി നമ്മുടെ വൈദികർ, സിസ്റ്റേഴ്സ് ചെയ്യുന്നു. അവരെ എന്തുകൊണ്ട് അവർ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നു എന്നത് ഈ പറയുന്ന പാവപ്പെട്ടവർ അവർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്തു സ്നേഹമാണ് ഈ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഈ ഒരു പുണ്യപ്രവൃത്തിക്ക് വേണ്ടി പ്രേരിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഈ പുണ്യപ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്ന ക്രിസ്തുവിലേക്ക് ഇവർ ആകർഷിക്കപ്പെടുക സ്വാഭാവികം മാത്രമാണ്. അതായത് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടാണ്, നമ്മുടെ സാക്ഷി ജീവിതം കണ്ടിട്ടാണ് പലരും ക്രിസ്തുവിനെ അറിയുന്നത്, ക്രിസ്തു സ്നേഹം അറിയുന്നത്. ഒരു കാര്യം കൂടി വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആഗോള മതപരിവർത്തനത്തിന് നാൾവഴികൾ എന്നാണ് ഈ പറയുന്ന ലേഖകൻ്റെ ഇത് പറയുന്നത്. നമുക്ക് ഈ നിർബന്ധിത മതപരിവർത്തനം 2 കാര്യത്തിൽ കൂടി നമുക്കൊരു വ്യക്തത കൊടുക്കാം. കത്തോലിക്ക സഭ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് എന്താണെന്ന് ഒരു കാര്യം ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിൽ ഏറ്റവും പ്രാധാന്യമേറിയ രേഖയാണ് മതസ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന ഒരു പ്രഖ്യാപനം. അതിലൊരു വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസം സമാശ്ലേഷിക്കാൻ ഒരുവനെയും അവൻ്റെ മനസ്സിനെതിരായി നിർബന്ധിച്ചുകൂടാ. കാരണം സ്വഭാവത്താലെ തന്നെ സ്വതന്ത്ര മനസ്സിൽ നിന്നും ഉത്ഭൂതമാകുന്ന ഒന്നാണ് വിശ്വാസ പ്രഖ്യാപനം. അതുകൊണ്ട് മതകാര്യങ്ങളിൽ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാത്തരം സമ്മർദ്ദങ്ങളും ഒഴിവാക്കുക എന്നത് വിശ്വാസത്തിൻ്റെ സ്വഭാവവുമായി യോജിച്ചു പോകുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന സർക്കാരുകൾ നിർബന്ധിത മതപരിവർത്തന നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം നടപ്പിലാക്കിയത് കത്തോലിക്ക സഭയാണ്. ഇനി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 160 നമ്പറിൽ ഒരു കാര്യം കൂടി പറയുന്നു. വിശ്വാസം മാനുഷികമാകുന്നതിന് മനുഷ്യൻ നൽകുന്ന വിശ്വാസത്തിന്റെ പ്രത്യുത്തരം സ്വതന്ത്രമായിരിക്കണം. ഇക്കാരണത്താൽ സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി വിശ്വാസം സ്വീകരിക്കാൻ ആരിലും സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. പ്രകൃതിയാ തന്നെ വിശ്വാസ പ്രഖ്യാപനം ഒരു സ്വതന്ത്ര പ്രവർത്തനമാണ്. അപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ്. ഇനി ഈ കഴിഞ്ഞ ദിവസം ഈ രാജസ്ഥാൻ സർക്കാർ പാസ്സാക്കിയിട്ടുള്ള നിർബന്ധിത മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് ഒരു നിയമം. പക്ഷേ ആ നിയമത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് നിർബന്ധിത മതപരിവർത്തന നിയമമല്ല, മതപരിവർത്തന നിരോധന നിയമം
ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്ക് രാജസ്ഥാനിൽ ഇനി മതം മാറണമെങ്കിൽ ആ വ്യക്തി കടന്നു പോകേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഒരു ടഫ് ഏറിയ ഒരു പ്രോസസ്സായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മതം മാറണമെങ്കിൽ ഏതൊരു വ്യക്തിയും 90 ദിവസങ്ങൾക്ക് മുമ്പും മതപരിവർത്തന പ്രക്രിയയ്ക്ക് കാർമ്മികനാകുന്ന വ്യക്തി 2 മാസം മുമ്പും ജില്ലാ മജിസ്ട്രേറ്റിനോ ജില്ലാ മജിസ്ട്രേറ്റ് ചുമതലപ്പെടുത്തിയാൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനോ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അതാണ് പ്രോസസ് നമ്പർ 1. ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ പോലും 7 വർഷം മുതൽ 14 വർഷം വരെ നീളുന്ന ജയിൽ ശിക്ഷയ്ക്കും 3 മുതൽ 5 ലക്ഷം വരെ കുറയാത്ത പിഴ ശിക്ഷയ്ക്കും കാരണമാകും. ഇനി മതമാറ്റത്തിനായുള്ള അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാലുള്ള പ്രോസസ്സാണ് അതിലും തമാശ. അപേക്ഷകന്റെ വിശദമായ വിവരങ്ങൾ പൊതുജന അറിവിലേക്കായി പ്രസിദ്ധീകരിക്കണം. അതായത് ഈ പറയുന്ന വ്യക്തി അങ്ങ് പൊതുജന ആൾക്കൂട്ട വിചാരണയ്ക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. മതപരിവർത്തനം സംബന്ധിച്ചുള്ള പരാതികൾ പൊതുജനങ്ങളിൽ ആർക്കും നൽകാനാകും എന്നതിനാൽ പരാതികൾ നൽകാൻ ആരെങ്കിലും ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി പ്രസ്തുത നിയമത്തിന്റെ 9-ാം വകുപ്പ് പ്രകാരം മുമ്പ് പറഞ്ഞ രീതിയിലുള്ള പ്രക്രിയയിലൂടെ ഒരു വ്യക്തി നിയമപരമായി മതം മാറിയെന്ന് വയ്ക്കും. പ്രസ്തുത വ്യക്തിയുടെ മതമാറ്റം നിയമാനുസൃതമായിരുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ വീണ്ടും വളരെ വലിയ പ്രോസസ്സിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. മതം മാറിയതിനു ശേഷം 72 മണിക്കൂറിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പാകെ നിർദ്ദിഷ്ട ഫോമുമായി മതം മാറിയ വ്യക്തി ഹാജരാകുന്നതിൽ തുടങ്ങുന്ന ഈ ഒരു പ്രക്രിയ 10 ദിവസങ്ങൾക്കുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പാകെ വീണ്ടും ഹാജരാകണം. തുടർന്ന് മതം മാറിയ വ്യക്തിയെക്കുറിച്ചുള്ള വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കൽ കൂടി പരസ്യപ്പെടുത്തുകയും വീണ്ടും ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ 30 ദിവസത്തേക്ക് അവസരം നൽകുകയും ചെയ്യും. ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അന്വേഷണം നടത്തി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത വ്യക്തിയുടെ മതമാറ്റം ജില്ലാ മജിസ്ട്രേറ്റ് അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ പ്രോസസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ നിത്യതയിലേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ടാവും. ഇനി മതമാറ്റം നിരാകരിച്ചാൽ മതമാറ്റത്തോട് ബന്ധപ്പെട്ട എല്ലാവരും ക്രിമിനൽ നടപടികൾക്ക് വിധേയമാക്കപ്പെടും. ഈ നിയമത്തിൽ വകുപ്പുകളിൽപ്പെടുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ജാമ്യമില്ലാത്തതാണ്. മരണം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും വകുപ്പുകളും ഇതുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു വ്യക്തി ഒരു കാരണവശാലും മതം മാറരുത് എന്ന ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ഇതിലുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഈ ലവ് ജിഹാദ് പോലുള്ള ഈ പ്രണയത്തിന്റെ മറവിൽ മതം മാറ്റുന്ന അത്തരം സംവിധാനങ്ങളെ നിലയ്ക്ക് നിർത്താൻ തീർച്ചയായിട്ടും ഭരണകൂടങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിന്റെ മറവിൽ ഈ രാജ്യത്ത് ഈ മതം മാറ്റം തന്നെ നിരോധിക്കുന്ന, അതായത് സ്വതന്ത്ര മനസ്സോടെ ഒരാൾ എടുക്കുന്ന ഒരു തീരുമാനത്തെ തന്നെ നിരാകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനം എടുക്കുവാനുള്ള ആ ഒരു സാഹചര്യം വളരെ കലുഷിതമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് ആർട്ടിക്കിൾ 25-28 ഒക്കെ കടന്നുകയറ്റം തന്നെയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ ക്രൈസ്തവ സഭകൾ എതിർക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ ചില വകുപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ബൈബിൾ വചനം പോസ്റ്റ് ചെയ്താൽ അത് മറ്റുള്ള വ്യക്തികളെ പ്രലോഭിപ്പിക്കുകയാണ് എന്ന ലൂപ്പ് ഹോളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത്. അതിനേക്കാൾ കൗതുകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ വ്യക്തി പൂർവ്വ മതത്തിലേക്ക്, ഇപ്പോൾ ഒരു ഹൈന്ദവ മതത്തിൽ നിന്ന് ഒരാൾ ക്രിസ്ത്യാനി ആകുന്നതിനാണ് ഈ പറയുന്ന ടഫായിട്ടുള്ള പ്രോസസ്സൊക്കെ. പക്ഷെ ആ വ്യക്തി തിരികെ പൂർവ്വ മതത്തിലേക്ക് തിരികെ പോകണമെങ്കിൽ ഈ ഒരു പ്രോസസ്സൊന്നും ബാധകമല്ല എന്നതും ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി സംശയ നിഴലിലാക്കുന്നു. അതിനാൽ തീർച്ചയായിട്ടും തന്നെ ഒരു മതേതര രാജ്യ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരം ലേഖനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല നിയമങ്ങളും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരാണ് ഈ നാട്ടിലെ ക്രൈസ്തവ സമുദായം. ഈ രാജ്യത്തിന് എതിരായി ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ചിന്തിക്കുവാൻ ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ ആരെയും പ്രേരിപ്പിച്ചിട്ടില്ല എന്നതാണ് ഒരു ചരിത്ര യാഥാർത്ഥ്യം. എന്നാൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ, വർഗീയ വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം ലേഖനങ്ങൾ, അതിൻ്റെ ഒരു അജണ്ട പൊതുസമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു നുണ പല ആവർത്തി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് സത്യമാണ് എന്ന് ഒരുപക്ഷെ നിഷ്കളങ്കർ വിശ്വസിച്ചു പോകും. അതിനാൽ തന്നെ അതിൻ്റെ ചില അജണ്ടകൾ, അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ ഒരു അടിസ്ഥാനം, അതിൻ്റെ ഗൂഢതന്ത്രങ്ങൾ അത് തുറന്നു കാണിക്കുവാനാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഈ നാടിനു വേണ്ടി ക്രൈസ്തവർ ചെയ്ത സംഭാവനകളെ തമസ്കരിക്കുവാനുള്ള അത്തരം നീക്കങ്ങളെ ഇവിടുത്തെ ക്രൈസ്തവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനെതിരെ ഈ നാട്ടിലെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ, ഭരണഘടന നൽകിയിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രതിഷേധങ്ങൾ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നും ഉയരേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ നിലയ്ക്ക് നിർത്തേണ്ടിയിരിക്കുന്നു. അത് ഭൂരിപക്ഷ വർഗീയതയായിക്കോട്ടെ, ന്യൂനപക്ഷ വർഗീയതയായിക്കോട്ടെ, ഇസ്ലാമിസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികളായിക്കോട്ടെ, ഈ നാടിൻ്റെ മതേതര സ്വഭാവത്തെ ഹനിക്കുന്ന വ്യക്തികൾ ആരായിക്കോട്ടെ, പ്രസ്ഥാനങ്ങൾ ആരായിക്കോട്ടെ, സംഘടനകൾ ആരായിക്കോട്ടെ, അവരെ അകറ്റി തന്നെ നിർത്തേണ്ടിയിരിക്കുന്നു എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.